ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സുഡുമോൻ്റെ ചാനലപ്പോൾ ഒന്ന് എല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. നിങ്ങൾ കാണുന്നവരൊന്ന് ഷെയർ ചെയ്യാനൊക്കെ ആയിട്ടൊന്ന് ശ്രമിച്ചോളൂ. നമുക്ക് വാച്ച് അവർ കൂടി നമുക്ക് കംപ്ലീറ്റ് ആവണം. നമുക്കിപ്പോൾ യൂട്യൂബ് പറഞ്ഞ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വാച്ച് അവറും കൂടി ആവണം. നമുക്ക് ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് നമുക്കതിൻ്റെ ഒരു വാച്ച് അവറും കൂടി ഒന്ന് ഫിനിഷിങ് ആവാണ്ട് നമുക്ക് പിന്നെ തന്നെയല്ല നമ്മളിതിപ്പോൾ ഇതിലേക്ക് പറഞ്ഞിട്ട് നമുക്കൊരു റിസൾട്ട് ഇല്ലെങ്കിൽ പിന്നെ നമുക്കൊരു താല്പര്യം ഉണ്ടാവില്ലല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഉഷാറും പോവുക. നമ്മളും ഇത്രയും റിസ്ക് എടുത്ത് കഴിഞ്ഞിട്ട് ചെയ്തിട്ട് നമുക്ക് വാച്ച് അവറും കൂടി കംപ്ലീറ്റ് ആവാണ്ടാകുമ്പോൾ നമുക്കും ഇത് നിർത്തിയാലോ വേണ്ടല്ലോ എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ നമ്മുടെ വാച്ച് അവറും കൂടി നമുക്കൊന്ന് കംപ്ലീറ്റ് ആവണം. അപ്പോൾ ഒന്ന് എല്ലാവരും കൂടി ഒന്ന് വീഡിയോസൊക്കെ ഇരുന്നൊന്ന് കണ്ടോളൂ. ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി കേട്ടോ, നമ്മൾ അല്ലാത്തവരെ നിർബന്ധിക്കണില്ല. ഇഷ്ടമുള്ളവരൊന്ന് കാണാം. നമുക്ക് എന്നിട്ട് ഇതിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. നമുക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റാണ്ടാണ് കേട്ടോ അധികം. നമുക്ക് സുഡുമോനെയും കൈ പിടിച്ചിട്ട് അങ്ങനെ വീഡിയോ എഡിറ്റിങ്ങും ഇതൊന്നും നടക്കണില്ല. പിന്നെ എഡിറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഇതിൽ കാണുന്നതാണല്ലോ. അപ്പോൾ അത്രയും അങ്ങോട്ട് പെർഫെക്റ്റ് ഒന്നല്ല എഡിറ്റിംഗ് ഒന്നും കേട്ടോ. നമ്മൾ നല്ല നല്ല എഡിറ്റിങ്ങും ബാനറും ഇതൊക്കെ വരുന്ന വീഡിയോസ്, ചില വീഡിയോസൊക്കെ കാണാനായിട്ട് നല്ല അടിപൊളിയാണ്. നമുക്കതിനെ പറ്റിയൊന്നും അറിയില്ല. അപ്പോൾ അറിയുന്നവരൊക്കെ ഒന്ന് പറഞ്ഞു തന്നോളൂ. അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തൊക്കെ ഒന്ന് എടുത്ത് ഇടണമെന്നുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇതൊന്നും എഡിറ്റിംഗ് അല്ല. എന്നാലും നിങ്ങൾ കാണുന്നവരൊക്കെ ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ ഞാനിന്നിപ്പോൾ തുടങ്ങണത് നമ്മളൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ സുഡുമോൻ്റെ ബെഡ്ഷീറ്റൊക്കെയാണ് കേട്ടോ മാറ്റാം. അപ്പോൾ രാവിലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ സുഡുമോന് പിന്നെ നമ്മളിവിടെ നിന്ന് രാവിലെ എടുത്ത് ഹാളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ആദ്യം ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരണം. അപ്പോൾ പിന്നെ വിരിയുമ്പോൾ തന്നെ കിടത്തണ്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ വേറെ അത് കാരണം കൊണ്ട് രാവിലെ ഇവിടെ നിന്ന് എണീക്കുമ്പോൾ തന്നെ ഞാൻ വേഗം വിരിയൊക്കെ മാറ്റും കേട്ടോ. അപ്പോൾ രാവിലെ അവിടെ ഞാൻ വിരിയൊക്കെ മാറ്റുമ്പോൾ അപ്പോൾ അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ ആരെങ്കിലും അടുത്തിരുന്ന് കളിക്കും കേട്ടോ അവൻ. അപ്പോൾ അങ്ങനെ മാറി മാറിയാണ് നമുക്ക് അവനങ്ങനെ നോക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഫുഡോ ഇരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ആരെങ്കിലും നോക്കിയാലാണ് എനിക്ക് കഴിക്കാനായിട്ട് തന്നെ പറ്റുള്ളൂ. അല്ലെങ്കിൽ അപ്പോഴേക്കും അവിടെ തലോണം പില്ലൊന്നും ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അവൻ മറിഞ്ഞ് വീഴുന്ന കാരണം കൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ എണീറ്റ് നിൽക്കും, അവൻ മുട്ടുമ്പോൾ എണീറ്റ് നിന്ന് വീഴും. അതങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുളിക്കാനൊക്കെ പോയിട്ടാ. അപ്പോൾ അങ്ങനെ തുടക്കലും മടിക്കലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിക്കാനായിട്ട് പോയി. പിന്നെ പയർ, അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കണ പയർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പയറൊക്കെ പൊട്ടിച്ച് വളർത്താനായിട്ട് നോക്കിയിട്ട് നമ്മുടെ സുടുക്കുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പയറുപ്പേരിയും പപ്പടമൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അവനിപ്പോൾ ഷെയ്ക്ക് കൊടുത്തതാണ് കേട്ടോ. ഷെയ്ക്ക് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവന് വെള്ളം നമ്മളിങ്ങനെ വെള്ളം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യമില്ല, അവന് അതിൻ്റെ സൗണ്ടും ഇതൊക്കെ കേൾക്കണം. അപ്പോൾ അച്ചാച്ചൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ചാച്ചൻ്റെ പാത്രത്തിൽ ഒഴിക്കണ ഒരു സൗണ്ട് അവന് കേട്ടാൽ മാത്രമാണ് വെള്ളം കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നിർബന്ധ ബുദ്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവന്. ആ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പൊന്തിച്ചൊഴിക്കണം. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാനായിട്ട്. അപ്പോൾ അതും കഴുകി വെച്ച് പിന്നെ കുറച്ച് ഡ്രസ്സ് വാഷിംഗ് മെഷീനിലൊക്കെ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അന്നൊരു അമ്മയ്ക്ക് തലവേദനയായിരുന്നു കേട്ടോ. തലവേദന ആവുന്ന ദിവസമൊന്നും ചെയ്യാനായിട്ടൊന്നും പറ്റില്ല. അപ്പോൾ അമ്മയ്ക്ക് വോമിറ്റിങ്ങും തലവേദനയും കൂടി രണ്ടും കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരെ പറ്റില്ല കേട്ടോ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയൊക്കെ ചെയ്ത് വയ്ക്കായിരുന്നു കേട്ടോ. ഇതിപ്പോൾ എല്ലാം കൂടിയും ഇങ്ങനെ കുറേശ്ശെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അവൻ്റെ ഒഴിവിനനുസരിച്ചിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവനാരെങ്കിലും പിടിക്കുമ്പോൾ ഞാൻ വേഗം ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറി ഇങ്ങോട്ട് വീണ്ടും വന്നു കഴിഞ്ഞ് പിന്നെ എൻ്റെ തലയമ്മ കയറി പിടിച്ചു കേട്ടോ. പിന്നെ എനിക്ക് വിടിയിക്കാനായിട്ടേ പറ്റണില്ല. തലയമ്മ കയറി പിടിച്ച് കഴിഞ്ഞാൽ സുഡുവിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. പിന്നെ വിടില്ല അവനെ നമ്മൾ എന്ത് ചെയ്ത് വിടിയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവ അതുമ്മ തന്നെ അങ്ങനെ ബലം പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ ഫുൾ ടൈം ഇടയ്ക്കായാലും തലവേദനയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവനറിയില്ല, അവനും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനത് കാരണം കൊണ്ട് ഇപ്പോൾ നിറയിൽ തന്നെ കെട്ടി വയ്ക്കണം കേട്ടോ മുടി. എന്നാലും അവൻ്റെ അടുത്തിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴായിരുന്നാലും ശ്രദ്ധിച്ചിരിക്കേണ്ടത് തന്നെ വരും കേട്ടോ. തലയിലേക്ക് കൈ എപ്പോഴും കൊണ്ടുപോകും അവനങ്ങനെ. ഇപ്പോൾ ഞാൻ റീൽസ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അവൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അത് ഒന്നില്ലെങ്കിൽ തലയിലേക്ക് കൈ കൊണ്ടുവരും, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അവൻ. അത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സുഡുമോൻ്റെ അച്ചാച്ചനും അമ്മമ്മയൊക്കെ വന്നു കേട്ടോ. കുറേ ദിവസമായി അവർ വന്നിട്ട്. അപ്പോൾ സുഡുമോനെ കാണാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അച്ചാച്ചനും അമ്മാമ്മയ്ക്കും പനിയായിരുന്നു. ഇപ്പോൾ പനി വന്ന് ചുമയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസമെങ്കിലും പിടിക്കും മാറാനായിട്ട്. അപ്പോൾ അവരിപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞ് വന്നിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് സുഡുവിനെ കാണാണ്ടായി ഇപ്പോൾ വന്നതാണ് കേട്ടോ. ആശുപത്രിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാഴ്ച കിടക്കേണ്ടിയൊക്കെ വന്നിട്ടോ അവിടെ അച്ഛന്.
അപ്പോൾ പിന്നെ ഇവൻ്റെ അടുത്തേക്ക് അങ്ങനെ തിക്കും തിരക്കടിച്ച് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ സുടുമോനൊരു ചെണ്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനോട് അന്ന് ഉത്സവത്തിന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നല്ലോ, ജനുവരി 19 അപ്പോൾ അന്ന് ചെണ്ട നോക്കിയിട്ട് സുടുമോന് ചെണ്ടയൊന്നും കിട്ടിയില്ല കേട്ടോ. സുടുമോനോട് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് പറയും, അവനങ്ങനെ അറിഞ്ഞിട്ടല്ല. എന്നാലും അവർ ചെണ്ട വാങ്ങിച്ച് കൊണ്ടുവന്നു കേട്ടോ. അവിടെ ചൗക്കയിലെ പമ്പുണ്ടായിരുന്നു. അപ്പോൾ പമ്പിനൊക്കെ പോയിപ്പോൾ ഒരു ചെണ്ട കിട്ടിയിട്ടാ. അപ്പോൾ അങ്ങനെ സുടുമോന് ഇങ്ങനെ കൊണ്ടുവന്നതാണ് അവർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ചെണ്ട വെച്ചിട്ട് ഇങ്ങനെ കൊട്ടാണ്. അമ്മാമ്മയുടെ അടുത്തിരുന്ന് ഇങ്ങനെ കൊട്ടുമ്പോൾ അമ്മാമ്മയ്ക്ക് ഞാൻ പറഞ്ഞു ഒരു ഉമ്മ കൊടുത്തേന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ കൊടുക്കണം കേട്ടോ. പിന്നെ ഉമ്മ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് നേരം കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ അവന്. പിന്നെ അവൻ്റെ മൈൻഡ് അത് തന്നെയായിരിക്കും. അപ്പോൾ അമ്മാമ്മയ്ക്ക് ഉമ്മ കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അവൻ. അപ്പോൾ അവൻ ആ ചെണ്ട ഞാൻ പറഞ്ഞു അവന് ചെണ്ട വാങ്ങിച്ചതല്ല ഒരു ഉമ്മ കൊടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ വായ മുട്ടിച്ചിങ്ങനെ മുഖത്ത് നമ്മുടെ അങ്ങനെ മുട്ടിക്കും കേട്ടോ. അവന് ഉമ്മ പറയാനൊന്നും അറിയില്ല. എന്നാലും ഇങ്ങനെ ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്ക് അത് അവന് തോന്നണം കേട്ടോ. ചില ദിവസമൊന്നും തോന്നുന്നില്ല. ചിലപ്പോൾ എങ്ങാനും തോന്നി കഴിഞ്ഞാൽ ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവാം ഉമ്മ തരണം എന്താന്ന്. അപ്പം അങ്ങനെ ഞാൻ ഇടയ്ക്ക് അങ്ങനെ കാണിക്കുമ്പോൾ അവൻ ഇപ്പോൾ വീണ്ടും അമ്മാമ്മ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കൊടുക്കണില്ല കേട്ടോ. പിന്നെ അവൻ നിർത്തി. പിന്നെ അവന് തന്നെ തോന്നണം കേട്ടോ. പിന്നെ അവനൊന്ന് ഫിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഇരിക്കാനായിട്ട് അങ്ങോട്ട് ശരിക്കും പറ്റണില്ല കേട്ടോ. അവന് തണ്ടലിക്ക് തീരെ ബലം കിട്ടണില്ല. പിന്നെ ഈ ഫിക്സ് വരുമ്പോൾ അവൻ അങ്ങോട്ട് കൈയൊക്കെ ഭയങ്കര ബലം പിടിക്കുകയാണ് കേട്ടോ അവൻ. പിന്നെ അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയണം കേട്ടോ. അമ്മമ്മ അവിടുത്തെ വിശേഷങ്ങളും എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ പറയണം. പിന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടെ വീടിൻ്റെ പണി വയറിങ്ങിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ എന്നാണ് പെരത്താമസം അതിനെ പറ്റിയിട്ടൊക്കെ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യണം കേട്ടോ. പിന്നെ അങ്ങനെ അമ്മാമ്മയുടെ അടുത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പേരി പയർ വേവിച്ചത് കാച്ചാനും ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ രാവിലെ തന്നെ അച്ഛൻ അവർ വരണ കണ്ടപ്പോൾ തന്നെ വേഗം പോയി വാങ്ങിച്ചപ്പോൾ അത് വേഗം വെച്ചു കേട്ടോ. അപ്പം അങ്ങനെ ഇത് പരിപ്പ് കുത്തിപ്പിടിച്ച് കാച്ചണതാണ് കേട്ടോ. വേറെ ചാറ് കറിയൊന്നും വേറെ വെക്കാനായിട്ട് പിന്നെ നേരം കിട്ടിയില്ല. അമ്മയ്ക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തലവേദന ഛർദിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് വേഗം പരിപ്പാണ് പിന്നെ കുത്തിപ്പിടിച്ച് കാച്ചത് കേട്ടോ. പിന്നെ ചിക്കൻ കറിയും പപ്പടവും വറുത്ത് പിന്നെ ഇഞ്ചി കറിയും നാരങ്ങ ഇതൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കാച്ചി കഴിഞ്ഞ് അവർക്ക് ചോറൊക്കെ കൊടുത്തു കേട്ടോ. ചോറ് കൊടുക്കണ വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ അങ്ങനെ സുടുമോ അവർ പോയി കഴിഞ്ഞതിൻ്റെ പിന്നിൽ കിടന്ന് ഉറങ്ങിയിട്ടാ. അവർ ചോറുണ്ടൊക്കെ കഴിഞ്ഞിട്ട് 2:30-2:45 പോയിട്ടാ. പിന്നീട് അന്ന് രാത്രി പിന്നെ ഇപ്പോൾ സുടുമോൻ ഒരു 4 മണിയോട് കൂടി കിടന്ന് ഉറങ്ങിയ കാരണം കൊണ്ട് പിന്നെ വൈകിട്ട് ഉറങ്ങിയില്ല കേട്ടോ. പിന്നെ രാത്രി ഇപ്പോൾ ഉറക്കൊളിക്കേണ്ടത് തന്നെയായിട്ട് വന്നു കേട്ടോ. പിന്നെ വെളുപ്പാങ്കാലം വരെ ഉറക്കൊളിക്കേണ്ടി വന്നു. എനിക്കതുണ്ടെന്നുണ്ടെങ്കിൽ ഉറക്കം അങ്ങോട്ട് നിൽക്കാണ്, ഉറങ്ങാൻ പറ്റാണ്ട്. അപ്പോൾ ഇവനെ വീൽ ചെയറിലെടുത്ത് ഉന്താനാണ് ഇപ്പോൾ പറ്റുള്ളൂ കേട്ടോ. എടുത്തുകൊണ്ട് നടക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് സുടുമോനെ കൊണ്ട് പോകണ്ട, എന്നാലും ജൂബിലി ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നായിരുന്നു കേട്ടോ. അതിനിടയിൽ സുടുമോനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോകേണ്ടി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ സുടുമോന് ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ആയിരുന്നു. അതിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ വരാറുണ്ട് കേട്ടോ അവന്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അനങ്ങാണ്ട് കിടക്കില്ല കേട്ടോ. ഒരു നേരം അടങ്ങി ഒതുങ്ങി കിടക്കണില്ല. അതാണ് ഇങ്ങനെ വോമിറ്റ് ചെയ്യണത്. അതാണ് ആ ഡോക്ടറും അങ്ങനെ തന്നെയാണ് കേട്ടോ പറഞ്ഞത്. അല്ലാണ്ട് ഇവൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നും അല്ലത്. അവന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിൻ്റെ പിന്നിൽ ഈ കളിയാണ് കേട്ടോ. കളി മതി ഭയങ്കര അടങ്ങി ഒതുങ്ങി ഇരിക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവനറിയില്ലല്ലോ. അവിടെ ആ വോമിറ്റിങ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും സുഡു അങ്ങോട്ട് തളർന്നു കേട്ടോ. അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇതേപോലെ തന്നെ മിക്ക ദിവസങ്ങളിലും അതിങ്ങനെ തന്നെയാണ് കേട്ടോ. സുടുമോൻ കളി ഇതൊക്കെ കഴിഞ്ഞ് ആകെ ടയർഡാവും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സുടുമോൻ ഉഷാറായിട്ടാ. പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാനവിടെ ഹാളിൽ അവനെ ആകെ മൊത്തത്തിൽ തുടച്ച് ഹാളിൽ വേഗം കൊണ്ട് കിടത്തി. ബെഡ്ഷീറ്റൊക്കെ പിന്നെ വേഗം അങ്ങോട്ട് ആകെ മാറ്റണമല്ലോ. പിന്നെ കിടക്കാമേക്ക് ആകെയായി. അപ്പോൾ അങ്ങനെ അതേ നമ്മുടെ സുടുമോൻ്റെ വീടാണ് കേട്ടോ. ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ. നമ്മുടെ വയറിങ്ങിൻ്റെ പണിയൊക്കെ ലൈറ്റൊക്കെ ഇട്ടു. അപ്പോൾ എൻ്റെ വലിയച്ഛൻ്റെ മോനാണ് കേട്ടോ അതൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മുടെ സുടുമോൻ്റെ വീട് ഇഷ്ടമായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോസായിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. താങ്ക് യു.